എന്ത് ചെയ്യണം? വചനം ഭക്ഷിക്കണം, ദൈവത്തിന്റെ വചനം. അപ്പൊ ഇവിടെ തിമോത്തിയോസിനെ വിളിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. ദൈവത്തിന്റെ പുരുഷനെന്ന്. ഹല്ലേലൂയ. ദൈവപുരുഷനായ മോശ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനുഷ്യൻ. ദൈവമക്കളെ, അതിലേക്ക് എന്ത് ചെയ്യണം? വളരണം. വളർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാർ നോക്കിക്കേ. മോശ നോക്കിയാൽ, ശമൂവേൽ നോക്കിയാൽ, ഏലിയാവിനെ നോക്കിയാൽ, എലീശയെ നോക്കിയാൽ, ദാവീദിനെ നോക്കിയാൽ, സ്വതന്ത്രം എല്ലാം പ്രമാണം പോലും ഇല്ലാത്ത സമയത്ത് മനസാക്ഷിയിൽ കൊടുത്ത പ്രമാണം വെച്ച് ജീവിച്ചവരാ. സ്തോത്രം. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിലെ പിതാക്കന്മാർ, ആദ്യകാലങ്ങളിൽ. സ്തോത്രം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ആലോചിച്ചു നോക്കി. സ്തോത്രം. യോസെഫ്, ഇയ്യോബ്. ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ച്. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട്, ഞാൻ ദൈവത്തിന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല. അവന്റെ വായിലെ വചനങ്ങളെ. ദൈവത്തോട് നമേ നമേ എന്ന് പറയുക മാത്രമല്ല, ഇങ്ങോട്ട് ദൈവം എന്താ പറയണെന്നുള്ളത് കേൾക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ഇയ്യോബിനുണ്ടായിരുന്നു. ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല. അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഐ ഹാവ് എസ്റ്റീംഡ് ദ വേർഡ്സ്. ഹല്ലേലൂയ. സൂക്ഷിച്ചിരിക്കുന്നു. ആമേൻ. ഒരു വെർഷനിൽ പറയുന്നത് ഐ ഹാവ് ട്രഷേർഡ് ദ വേർഡ്സ് ഓഫ് ഹിസ് മൗത്ത്. ഒരമൂല്യ നിധി പോലെ ദൈവത്തിൻ്റെ വചനത്തെ ഒന്ന് ആലോചിച്ച് നോക്കി. സ്തോത്രം. ഈ പിള്ളേർക്ക് സ്തോത്രം 3-4 പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഈ വിലയേറിയ സ്വീറ്റ്സ് കാഡ്ബറി കൊണ്ടുവന്ന് വീതിച്ചു കൊടുക്കുമ്പോൾ അടുപ്പിക്കത്തില്ല, മാറ്റിക്കൊണ്ട് ചിലത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വയ്ക്കും. എന്താണെന്നറിയോ? മറ്റവനെങ്ങാനും ആദ്യം തിന്നിട്ട് വന്നിട്ട് ഇത് നമ്മുടെ നിന്ന് അപഹരിച്ചാലോ, നമ്മുടെ നിന്ന് തട്ടിക്കൊണ്ടു പോയാലോ, ഈ സാധനം എന്ത് ചെയ്യാൻ? സ്തോത്രം. ഇതെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വയ്ക്കും. ഒന്നാലോചിക്കുക. ആ തിന്നാനുള്ള കൊച്ചു സാധനം പ്രഷ്യസ് ആയിട്ട് കണ്ടപ്പോൾ അത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ച്. നമുക്ക് തിരുവചനത്തോട് ഇങ്ങനെ വല്ല ഒരു മനോഭാവം വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രഷ്യസ് ആയിട്ട് ഇവിടെ ഇയ്യോബ് പറയുകയാണ്. സ്തോത്രം. ഐ ഹാവ് ട്രഷേർഡ് ദ വേർഡ്സ് ഓഫ് ഹിസ് മൗത്ത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സകലതും തകർന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. അവൻ്റെ തകർച്ചയെ പണിതെടുത്തത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം. അതിനവൻ വില കൊടുത്തു. തൻ്റെ ഉറ്റ സ്നേഹിതന്മാർ പോലും തനിക്കെതിരെ സംസാരിച്ചപ്പോൾ, തൻ്റെ ഉറ്റ സ്നേഹിതന്മാർ പോലും തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ, തൻ്റെ തകർച്ചയിൽ തന്നെ കുറ്റപ്പെടുത്താതെ തന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ശബ്ദമുണ്ടെങ്കിൽ തന്നെ വീണ്ടെടുത്ത കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു.